ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പഴയൊരു വീടിൻ്റെ പഴയൊരു കിച്ചണാണ് കേട്ടത്. അപ്പോൾ അതിൽ കുറേ കടപ്പയും കുറേ വാർത്തിട്ടുള്ളൊക്കെ പരിപാടിയാണ്. അത് മൊത്തം പൊളിച്ച് കളഞ്ഞ് അത് തേച്ച് ലെവലാക്കിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു മോഡലാർ കിച്ചൺ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അത് ഗ്രാനൈറ്റൊക്കെ ഇട്ടിട്ട് വൃത്തിയായിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഇപ്പോഴും പഴയ ടൈൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് അവർ പൊളിച്ച് കളഞ്ഞിട്ട് പുതുതാക്കിയിട്ടില്ല. ഞാനത് പൊളിച്ച് കളഞ്ഞിട്ടൊന്ന് ചെയ്താലുള്ളൂ ആ നിലമൊക്കെ ഒന്ന് ലെവലാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ അടുത്ത് ബഡ്ജറ്റ് കുറവുള്ളതുകൊണ്ട് അവർ അത് തന്നെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു പഴയ വീടായതുകൊണ്ടും പഴയൊരു കിച്ചൺ ആയതുകൊണ്ടും നമുക്ക് ഓവറായിട്ട് ഇനി പൈസ ഒന്നും അതിൽ ഇറക്കണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളൊരു സൗകര്യം വെച്ചിട്ട് എങ്ങനെ ഇവിടെ ഒരു നല്ല മോഡലർ കിച്ചൺ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ അത് കണ്ടോ, ഒരു ഗ്യാപ്പൊക്കെ ഇവിടെ ഉണ്ട്. അവർ ലാസ്റ്റ് അത് പോയിൻ്റ് ചെയ്തിട്ട് അടച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇവിടെയൊക്കെ ഒരു കുഴപ്പമില്ലാത്തൊരു 2 ഇഞ്ച് പൊക്കത്തിൽ ഒരു ബോർഡറായിട്ട് നിലം ചെയ്തിരുന്നെങ്കിൽ ഒന്നും കൂടി നമുക്ക് വൃത്തിയായി കിട്ടിയിരുന്നു. പക്ഷേ പാർട്ടി അതിന് സമ്മതിക്കുന്നില്ല. പൈസ അവരെ ആണല്ലോ ഇറക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇതാ ഈ കാണുന്ന ബോക്സ് ഇതിൻ്റെ മേലെ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഇതാ ഈ ചുമരിൻ്റെ ഈ വശത്തായിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ഇതാ ഒരു പൈപ്പ് വന്നിട്ടുണ്ട്. അവിടെ നമുക്കൊരു സിങ്ക് വരും. അങ്ങനെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതാ ഈ കാണുന്ന ചെറിയ ബോക്സ് ഇവിടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരു ഭാഗം പോർഷൻ 2 തട്ടായിട്ട് ഒരു ഭാഗം കുറച്ച് ഹൈറ്റിലും കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ സാധനങ്ങളും കുറച്ച് വലിയ സാധനങ്ങളൊക്കെ കയറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സെക്ഷൻ നമ്മൾ അടിഭാഗമാണ്. അപ്പോൾ അടിഭാഗം നമ്മൾ ആ കാണുന്ന ടൈലിൻ്റെ കണക്കാക്കിയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓവർ തള്ളിച്ചല്ല, മാക്സിമം 2 അടി വരെയാണ് കേട്ടോ നമ്മൾ തള്ളിച്ച കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ 2 അടി വരും. നമ്മൾ ഗ്രാനൈറ്റ് ഇട്ടിട്ട് സി പോലെ കേട്ടോ അത് ചെയ്യുന്നത്. അപ്പോൾ 2 വശത്തായിട്ട് വരുന്നത് 6 അടിയും ഒരു വശത്തായിട്ട് വരുന്നത് 8 അടിയാണ് വരുന്നത് ചുമരിൻ്റെ ഉള്ളളവ് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, ചുമര് അത്ര പഴയ കിച്ചൺ ആയതുകൊണ്ട് ആ ചുമരൊന്നും കറക്റ്റ് ലെവലല്ല. അപ്പോൾ നമ്മൾ തൂക്ക് ലെവലാക്കിയിട്ടേ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് അടയ്ക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ചാനലും കാര്യങ്ങളൊക്കെ അടി കഴിഞ്ഞപ്പോൾ തന്നെ സാധനം സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഗ്രാനൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കയറി നിന്ന് ചാടാം, അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമ്മൾ വുഡ് കയറ്റിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് അത് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ഫ്രണ്ട് ഡോറ് ഫിറ്റ് ചെയ്യുക. ചില ഭാഗത്ത് ഉള്ളിൽ തട്ടടിക്കാനുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാഗത്താണ് നമ്മുടെ സിങ്ക് വരുന്നത്. ഈ പൈപ്പിന് നേരെ ചുവട്ടിലായിട്ട് പഴയൊരു പൈപ്പ് ഇവിടെ ഉണ്ടായതുകൊണ്ട് ആ ഭാഗത്ത് തന്നെ നമ്മൾ കൊടുക്കുന്നത്. പുറത്തേക്ക് ഇടാം അല്ലേ? ആ, നമ്മൾ ഗ്രാനൈറ്റ് എടുത്തോടന്ന് തന്നെ ഒരു ബായിനെ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരനെ കൊണ്ട് നമ്മൾ തന്നെ വരച്ച് കൃത്യമാക്കിയിട്ട് കട്ട് ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ സിങ്ക് എഡ്ജ് ഒരു ബെൻഡുള്ള ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ ഇത് കുഴിച്ച് ഉള്ളിലോട്ടാണ് കൊടുക്കണം. അത് വൃത്തിയാക്കിയിട്ട് ഉള്ളിലോട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ അലുമിനിയം ചാനൽ കൊടുത്ത് അതുമൊക്കെയാണ് ഇരുത്തുന്നത്. എന്നിട്ട് അത് ഡയറക്റ്റ് റിബിറ്റ് അടിച്ച് സിലിക്കോൺ അടിച്ചിട്ട് ഇരുത്താനുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ തന്നെ ഗ്രാനൈറ്റ് ഇട്ടിട്ട് ക്യാബിനറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഗുണം കണ്ടോ, മാക്സിമം ഗ്രാനൈറ്റിനോട് ഒപ്പം ഡോർ വന്ന് നിൽക്കും. അതിനൊരു ഭംഗി വേറെയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ അളവ്
നമ്മൾ രണ്ട് സൈഡത്തെ ഗ്രാനൈറ്റ് കറക്റ്റ് അളവിലും സെൻറ്ററത്തെ ഗ്രാനൈറ്റ് നമ്മൾ കുറച്ച് അധികം ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഈ ചുമരിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് അധികം ഇട്ടത്. ആ രണ്ട് സൈഡത്തെയും ഗ്രാനൈറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഉള്ളളവ് കറക്റ്റായിട്ട് എടുത്തിട്ട് ഷാർപ്പായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത്. അപ്പോൾ പിന്നെ ജോയിൻ്റൊക്കെ പക്കയായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഇതിൻ്റെ ഒരു വശത്തായിട്ട് നമ്മൾ തട്ട് ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു സൈഡ് ഫുള്ളായിട്ട് നമ്മൾ ഒരു സെൻറ്ററിലായിട്ട് തട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഭാഗത്ത് മതി എന്നാണ് പറഞ്ഞത്. ഒരു ഭാഗത്ത് നമുക്ക് സിങ്കും കാര്യങ്ങളുള്ളതുകൊണ്ട് അവിടെ വേണ്ട. പിന്നെ നമുക്ക് ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഭാഗം മതി എന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് വലിപ്പം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പ്ലേറ്റ് വെക്കാനുള്ളതോ സ്പൂണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടാനുള്ളതൊക്കെ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷേ അതും വേണ്ടാന്ന് പറഞ്ഞു. അവരടുത്ത് ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രാനൈറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സിലിക്കോൺ ഇട്ട് അടിക്കുന്നത്. അപ്പോൾ ഈ സിലിക്കോണിൻ്റെ മേലെയാണ് നമ്മളുടെ ഗ്രാനൈറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ സിങ്ക് ഫിറ്റ് ചെയ്യണത് ഈ അലുമിനിയം ഫ്രെയിമുമാണ്. അപ്പോൾ ഇത് ഭാവിയിൽ ഇളക്കം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഫ്രെയിമൊക്കെ കൊടുത്തിട്ട് അതിലേക്ക് റിവിറ്റ് അടിച്ച് ഫിക്സ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ സിങ്കിൻ്റെ എഡ്ജ് കൂടി നമ്മൾ സിലിക്കോൺ നന്നായിട്ട് അടിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ മേലെയാണ് നമ്മുടെ ഗ്രാനൈറ്റ് വന്നിരിക്കുക. അപ്പോൾ അത് കൂടെ വെള്ളം ലീക്കേജ് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒരു ഉറുമ്പ് പോലും പിന്നീട് അത് കൂടെ ഇറങ്ങി പോവില്ല. നമ്മൾ ആ സിലിക്കോൺ അടിച്ച സിങ്കിൻ്റെ മേലെ ഗ്രാനൈറ്റ് വെക്കുകയും അതിനുശേഷം നമ്മളതിൻ്റെ ഉൾവശത്തും നമ്മൾ സിലിക്കോൺ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഡബിൾ സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും. പിന്നീട് ഒരു കാലത്ത് അത് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വർക്ക് കഴിഞ്ഞപ്പോഴേക്ക് രാത്രി 8:30 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ അത്ര നമുക്ക് ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. ഈ ഷീറ്റിൻ്റെ കളറ് പക്ക ഡാർക്ക് ഗ്രേ ആണ്. അപ്പോൾ നമ്മുടെ വർക്ക് സ്റ്റിക്കറൊക്കെ ചീന്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു തിളക്കം കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ അത്ര പക്കയായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ വർക്ക് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33,000 രൂപയാണ് കേട്ടോ. അതായത് ആ ബോക്സും അടിയത്തെ വർക്കൊക്കെ പാടെ കൂടിയിട്ട് ടോട്ടൽ റേറ്റ് വന്നിരിക്കുന്നത് 33,000 രൂപയാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.